പ്രൊഡക്റ്റുകള് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. മനുഷ്യന് ഹാനികരമുള്ള ഒരു രാസപദാർത്ഥ ആർസിമിന്റെ ഒരു പ്രൊഡക്റ്റിലും കണ്ടെത്താനാവില്ല. പെയിന്റ് പോലും മുളകുടി മല്ലിപ്പൊടിയുടെ ഉള്ളിൽ. പെയിന്റ് കടയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വെക്കുന്നത് കണ്ടിട്ടില്ല? അപ്പൊ തന്നെ പോലീസ് വന്ന് പൊക്കി അവിടെ ഫുഡിന്റെ ആളുകൾ വരും. പക്ഷെ ആർസിമിന്റെ ഷോപ്പിൽ പെയിന്റ് നിർമ്മിച്ച കാരണം വീടിന് പെയിന്റ് അടിക്കുന്ന പെയിന്റിൽ പോലും മനുഷ്യന് ഹാനികരമായുള്ള രാസപദാർത്ഥങ്ങൾ ഇല്ല എന്ന് പറയുന്ന കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം ഈ ഉൽപ്പന്നങ്ങളുടെ മഹിമ. ഉൽപ്പന്നങ്ങള് ഉപയോഗിക്കാനുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടായാൽ, ഇത് നല്ലതാന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടായാൽ ആർസിം ബിസിനസ് തളച്ചു വളരും. അതിന് ഒരു വിദ്യാഭ്യാസം വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചേരം നേരത്തെ കയറിയില്ലേ ഒരു സുന്ദർ സാറ്, ആളെ തന്നെ വിദ്യാഭ്യാസം പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5ാം ക്ലാസ് മുസ്തിയാണ് ആള്. ചാവക്കാട് സുന്ദരൻ ചാവക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ടീപ്പന്ന് പറയും. എന്താ കാരണം എന്നറിയോ? ആളിന്ന് സ്റ്റാർപ്പള. സുന്ദർ സാർ ഒന്ന് എനിക്ക് എവിടെയാള് 5ാം ക്ലാസ് മുസ്തി 75,000 1 ലക്ഷത്തിനുള്ളിൽ വരുമാനം മേടിക്കുക ആർസിമിന്ന്. വെറുതെ ഒന്ന് മേടിച്ചു ആൾക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കും എനിക്കിതിന് വിദ്യാഭ്യാസം വേണം, എനിക്ക് അത് വേണം, ഇത് വേണം. ആർസിമിൽ ജോയിൻ ചെയ്യാൻ ഒരു വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല. ഒരു കുട്ടി പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിന് 2 ഉത്തരം പറഞ്ഞു. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തിനോട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് കുട്ടി ചോദിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു, 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലം വളർത്തുക എന്നുള്ളതാണ് ഈ രാജ്യത്തിനോട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ അവസരം. ആർസിഎമ്മില് ആ 1ാമത്തെ പോയിന്റില് നമുക്ക് അഭിമാനിക്കാൻ പറ്റില്ലേ? 100% ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട്, ഷർട്ട്, ടൈ, ബെൽറ്റ്, പാന്റ്, ഷൂ, സോക്സ്, ബാഗ് ഇതൊക്കെ ആർസിഎം. സത്യമായിട്ട് അണ്ടർ ഗാർമെന്റ്സും ആർസിഎമാണ്. കാണിക്കാൻ നിർത്തില്ല. കാരണം ആർസിഎമായിട്ട് മാറി. അപ്പോൾ അതിന് നമ്മൾ അഭിമാനിക്കാം. 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കാത്തവർ ഇത് ഉപയോഗിച്ചു തുടങ്ങാം. രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം. അദ്ദേഹം അതിന് 2ാമതൊരു ഉത്തരം കൂടിയും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തൊഴിലന്വേഷകര് ഈ രാജ്യത്തിന്റെ ഒരു ശാപമാണ്. നമ്മൾ ഒരു 2 പേർക്കെങ്കിലും നമ്മൾ തൊഴിൽ കൊടുക്കുന്ന ഒരാളായിട്ട് മാറുകയാണെങ്കിൽ ആ വ്യക്തി ഈ രാജ്യത്തിന്റെ ഒരു അസറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, നമ്മൾക്ക് 2 പേർക്കാണോ ഒരു തൊഴിൽ കൊടുക്കാനോ ഒരു വരുമാന മാർഗം കാണിച്ചു കൊടുക്കാനോ പറ്റുള്ളൂ? ഒരു സന്തോഷമില്ല. അപ്പൊ അയാൾ ഇങ്ങനെ ആലോചിച്ചു, നീ എന്തൊക്കെ ചെയ്തു, ഞാൻ എന്നതൊക്കെ ചെയ്തു, എന്നിട്ടൊരു സന്തോഷമില്ല. ഇല്ല. അപ്പൊ ആള് ചോദിച്ചു, ലാസ്റ്റ് സഖി കെട്ടിട്ട് 1 മണിക്കൂറിന്റെ ചർച്ച കഴിഞ്ഞിട്ട് ആള് ചോദിച്ചു, നീ ഭാര്യനെ ചേർത്ത് നിർത്തിട്ട് ആ നെറ്റ് തടത്തില് നിന്നെ കിട്ടിയതിരിക്ക് ഭാഗ്യാന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുത്തുണ്ടോ ചോദിച്ചു. ആള് പറഞ്ഞു, അത് മാത്രം കൊടുത്തില്ല. എന്താ ചെയ്യുന്നുണ്ട്, ഡയമണ്ട് ക്ലബ് ചെയ്യുന്നുണ്ട്, ഹോം മീറ്റിംഗ് നടത്തുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ലീഡേഴ്സിനോടും ടീം അംഗങ്ങളോടും നല്ല സൗഹൃദപരമായ സ്നേഹത്തോടുള്ള പെരുമാറ്റം ഉണ്ടോ? കല്യാണം കഴിഞ്ഞ ആളെ അവസ്ഥ. അതുകൊണ്ട് നല്ല റിലേഷനാണ് ഈ ബിസിനസ് വളർത്തുന്നത്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മളിത് ചെയ്യുകയും നമ്മുടെ ടീമിലുള്ള ആളുകൾ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ആരാണ് ചെയ്യുന്നത്? അവരുടെ ബിസിനസ് വളരും. അതുകൊണ്ട് ആർസിഎം എന്ന് പറയുന്ന ഒരു അവസരം ഏറ്റവും വലിയൊരു അവസരമാണ്.